ഹലോ ഡേ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ തിങ്ക് ഡിഫറൻറ്റ് എന്ന സീരീസിൽ ഇന്ന് വെക്ടറിൽ ഒരു ചോദ്യം ഡിഫറെന്റ് അപ്രോച്ചുകളിൽ ചെയ്യുന്നത് കാണിക്കുകയാണ്. ഈ വെക്ടേഴ്സിന്റെ പാട്ടിൽ എപ്പോഴുള്ള ഒരു പ്രശ്നം, ചില ഇക്വേഷൻസ് എന്തിനാണ് ഇത് ഇവിടെ മാങ്ങ വയ്ക്കാൻ വെച്ചിരിക്കുകയാണെന്ന് നമുക്ക് തോന്നും പഠിക്കുമ്പോൾ. ഇപ്പം ലോ ഓഫ് കൊസൈൻ ഉണ്ട്, അതെല്ലാവർക്കും അറിയാം. ആർ = റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ. എന്നാൽ ലോ ഓഫ് സൈൻ ഉണ്ട്, അതെന്തിനാ യൂസ് ചെയ്യുന്നത് അല്ലേ? അതൊരു ടാൻ ആൽഫ, ടാൻ ബീറ്റ, അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഇതൊന്നും പലപ്പോഴും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, കാരണം വേറെ മെത്തേഡിൽ ആ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഞാനിവിടെ ആ പഠിച്ചിരിക്കുന്നതൊന്നും വെറുതെ പഠിച്ചതല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഒറ്റ ചോദ്യം, വീഡിയോകൾ ലെങ്ത് കൂടാതെ നിങ്ങളൊരു പഠിച്ച് ബോറടിച്ചിരിക്കുന്ന സമയത്ത് കാണാൻ വേണ്ടിയാണല്ലോ ഈ സീരീസ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഭയങ്കര ലെങ്ത് ആയാലും ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ വീഡിയോ ഒക്കെ നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. ഇത് ഞാൻ വേഗം അവസാനിപ്പിക്കും. ദ റിസൾട്ടന്റ് ഓഫ് 2 വെക്ടേഴ്സ് പി ആൻഡ് ക്യൂ ഈസ് ആർ. പിന്റെയും ക്യൂവിന്റെ റിസൾട്ടന്റ് ആറാണ്. ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്യൂ ഈസ് ഡബിൾഡ്, ക്യൂയുടെ മാഗ്നിറ്റ്യൂഡ് ഡബിൾ ആയി, ദെൻ ദ ന്യൂ റിസൾട്ടന്റ് ബിക്കം പെർപെൻഡിക്കുലർ ടു പി. എങ്കിൽ പുതിയ റിസൾട്ടന്റ് പിക്ക് പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ആരാന്നാണ് ചോദ്യം. അല്ലെ PSC ക്വസ്റ്റിനൊക്കെ പോലെ രാജു രാധേന്റെ അച്ഛനാണെങ്കിൽ രാമൻ ഏതാന്ന് ചോദിക്കും, ഇവൻ ഏതാ മരഭൂതം, അങ്ങനെ തോന്നും നമുക്ക്. അതേപോലെയാണ് ഇപ്പൊ ഈ ചോദ്യം. പിയും ക്യൂവും ആറാണ്, അതിൽ ക്യൂ ഡബിൾ ആക്കിയപ്പോൾ പുതിയ റിസൾട്ടന്റ് വന്നു. പുതിയ റിസൾട്ടന്റ് പിക്ക് പെർപെൻഡിക്കുലർ ആണ്, ദെൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഈസ്. ആദ്യം ട്രഡീഷണൽ രീതി എന്താണ്? പിന്റെ ക്യൂവിന്റെ റിസൾട്ടന്റ് ആറാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആർ = റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos തീറ്റ. ഇതാണ് ഇക്വേഷൻ, സിമ്പിൾ. ഇനി പുതിയ ആർ ഡാഷ് ആരാണെന്നാ പറയണത്? ആർ ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് പി സ്ക്വയർ പ്ലസ് 2q ദി ഹോൾ സ്ക്വയർ പ്ലസ് 2p × 2q × cos തീറ്റ എന്ന് വരും. റെഡി അല്ലേ? സിമ്പിൾ. അപ്പൊ പി സ്ക്വയർ പ്ലസ് 2q സ്ക്വയർ പ്ലസ് 2p × 2q × cos തീറ്റ എന്ന് വരും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതൊന്ന് ഞാൻ ഒരു റൈറ്റ് സൈഡിലേക്ക് എടുത്തു വെച്ച് ഇവ നമുക്ക് ലാസ്റ്റ് വേണ്ട ആളാണ്, ഈ ഫസ്റ്റ് വേണ്ട ആളെ തന്നെ എടുക്കുക. ഇതാണ് നമ്മുടെ 6. ഓക്കെ, ഇനി വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇവർ തമ്മിൽ രണ്ടാമതൊരു ബന്ധമുണ്ട്. ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്യൂ ഈസ് ഡബിൾഡ്, ദ ന്യൂ റിസൾട്ടന്റ് ബിക്കം പെർപെൻഡിക്കുലർ ടു പി. എന്താ ഇപ്പൊ പറഞ്ഞേ? നേരത്തെ അവർ ഇങ്ങനെ ആയിരുന്നേ, ഒരു പിയും ഒരു ക്യൂവും, രണ്ട് വെക്ടേഴ്സ്. ഇത് പി ആന്ന് വിചാരിച്ചോ, ഇത് ക്യൂ ആന്ന് വിചാരിച്ചോ. ഇവരുടെ റിസൾട്ടന്റ് എവിടെയുള്ളത്? ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു റിസൾട്ടന്റ് 6. ആ 6ആണ് ഞാനിപ്പോ എഴുതിയ 6. ഇനി അടുത്തതായിട്ട് സംഭവിച്ചത് എന്താ? ഇത് പി, ഇയാള് 2q ആയി. ഓക്കെ, ഇയാള് വെറും ക്യൂ അല്ല, ഇപ്പൊ 2q ആണ്. അപ്പുള്ള റിസൾട്ടന്റ് ഉണ്ടല്ലോ, ആ റിസൾട്ടന്റ് എന്ന് പറയുന്നത് പിന്നെ പീക്ക് പെർപെൻഡിക്കുലറാ. അപ്പൊ ഇതാണ് നമ്മുടെ ആർ ഡാഷ്. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താണത്? ഇവിടെ ഒരു സ്കോപ്പ് ഉണ്ട് നമുക്ക്. ഇവിടെ ഇത് 2q ആണെങ്കിൽ പാരലോഗ്രാം പ്രകാരം ഇതും 2q ആണ് അല്ലേ? അപ്പൊ നമ്മള് ഈ ഒരു ഹൈപ്പോട്ടനസ് എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ പ്രിൻസിപ്പിൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? ആർ ഡാഷിന്റെ സ്ക്വയറും പിന്റെ സ്ക്വയറും കൂട്ടിയാൽ 2qന്റെ സ്ക്വയർ കിട്ടണം എന്ന് പറഞ്ഞാല് ആർ ഡാഷിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാല് 2q സ്ക്വയർ മൈനസ് പി സ്ക്വയർ ആണ്. ആർ ഡാഷിന്റെ സ്ക്വയറിന് വേറൊരു ഇക്വേഷൻ നമ്മളെ കയ്യിൽ ഉണ്ടല്ലോ, അതേതാ? ആർ ഡാഷ് = റൂട്ട് ഓഫ് പറഞ്ഞ ഇക്വേഷൻ അല്ലേ? അതിൽ സ്ക്വയർ എടുത്ത് എന്ത് കിട്ടും? പി സ്ക്വയർ പ്ലസ് 2q സ്ക്വയർ പ്ലസ് 2pq cos തീറ്റ. പാളി 2pq അല്ല, 2p × 2q. ക്യൂ ഡബിൾ ആക്കിയിട്ടുണ്ട്, 2q × cos തീറ്റ. അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ആർ ഡാഷിന്റെ സ്ക്വയറിന് ഇപ്പൊ 2q സ്ക്വയർ മൈനസ് പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വേറൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷൻ ക്ലബ് ചെയ്തേ, രണ്ടും ഒന്നാണല്ലോ, ആർ ഡാഷിന്റെ സ്ക്വയർ ആണല്ലോ രണ്ടും. പി സ്ക്വയർ പ്ലസ് 2q സ്ക്വയർ പ്ലസ് 4pq cos തീറ്റ 2 × 2, അങ്ങനെയാണ് 4 ആയത്. ഇപ്പുറത്താണുള്ളത് 2q സ്ക്വയർ മൈനസ് പി സ്ക്വയർ. ഇവർ ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഇവർ ഈക്വൽ രണ്ടും ആർ ഡാഷ് സ്ക്വയറാ. 2q സ്ക്വയർ ഇപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട്. ആ മൈനസ് പി സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ 2p സ്ക്വയർ പ്ലസ് 4pq cos തീറ്റ = 0 എന്ന് കിട്ടും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താല് പി സ്ക്വയർ പ്ലസ് 2pq cos തീറ്റ = 0 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇവിടെയും ബൈ 2, ഇവിടെയും ബൈ 2, ഇവിടെയും ബൈ 2. അപ്പൊ 4 2 ആവും, ഇപ്പുറത്തുള്ള 2 വെട്ടി പോവും. പി സ്ക്വയർ പ്ലസ് 2pq cos തീറ്റ 0 ആണ്. പി സ്ക്വയർ പ്ലസ് 2pq cos തീറ്റ 0 ആണെങ്കിൽ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്താ? റൂട്ട് ഓഫ് ക്യൂ സ്ക്വയർ മാത്രമേ അവിടെ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ ആൻസർ ക്യൂ എന്ന് കിട്ടും. സോ ആൻസർ ആയി. ഇങ്ങനെയാണ് ഇത് ട്രഡീഷണലി ചെയ്യാം.
ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഇത് ട്രഡീഷണലി ചെയ്യുക എന്ന് പറഞ്ഞാൽ നോർമൽ മെത്തേഡിൽ ഇങ്ങനെയാണ് ചെയ്യുക. എന്താ ചെയ്തതെന്ന് ഓക്കെ അല്ലേ? ആർ ഈക്വൽ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos θ ആണ്. ആർ ഡാഷ് എന്ന് പറയുമ്പോൾ ക്യൂ ഡബിൾ ആക്കിയതുകൊണ്ട് ഇങ്ങനെ എഴുതണം. അതുപോലെ തന്നെ ഫിഗറിന്റെ ഒരു കോൺസെപ്റ്റിൽ നിന്ന് വേറൊരു ഇക്വേഷൻ ആർ ഡാഷിന് കിട്ടും. ആ രണ്ട് ഇക്വേഷനും ക്ലബ് ചെയ്ത് സോൾവ് ചെയ്ത് അതിൽ പി സ്ക്വയർ പ്ലസ് 2pq cos θ 0 എന്ന് കിട്ടി. ആ പി സ്ക്വയർ പ്ലസ് 2pq cos θ 0 ആയതുകൊണ്ട് അവിടെ ബാക്കി ക്യൂ സ്ക്വയർ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് റൂട്ട് ക്യൂ സ്ക്വയർ ആണ്. അതാണ് നമ്മളോട് ചോദിച്ച 6. അപ്പൊ ആൻസർ കിട്ടി. പക്ഷേ തിങ്ക് ഡിഫറെന്റ് ആണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. എങ്ങനെ ഇത് വ്യത്യസ്തമായിട്ട് ആലോചിച്ച് ചെയ്യാൻ പറ്റും? വ്യത്യസ്തമായിട്ട് ആലോചിച്ച് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് രണ്ട് വെക്ടറുകളുടെ റിസൾട്ടന്റ് എടുക്കുന്ന ഒരു കേസ് ഉണ്ടല്ലോ. നമ്മുടെ രണ്ടാമത്തെ കേസ് എടുക്കാം. ഇയാള് പി, ഇയാള് 2q, ഇയാളാരാ? ഇയാളാണ് നമ്മുടെ റിസൾട്ടന്റ് ആർ ഡാഷ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മളൊരു ഇക്വേഷൻ പഠിക്കാറുണ്ടായിരുന്നു. എന്താ? എ പറഞ്ഞ വെക്ടറും റിസൾട്ടന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആൽഫ. ആ ആൽഫ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ, അങ്ങനത്തെ ഇക്വേഷൻ ആയിരുന്നില്ലേ അത്? ഞാൻ മറന്നല്ലോ. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു അല്ലേ, ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു പി പ്ലസ് 2q സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ, എൻ്റെ അമ്മ ഇക്വേഷൻ മറന്നുപോയി. ആ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് കിട്ടേണ്ടതാണ്. കാരണം ഇവിടെ എനിക്ക് ആ ആൽഫ 90 ആണെന്ന് എനിക്കറിയാം. എനിക്ക് ഇനി ഓർമ്മ വരേണ്ടത് അതിന്റെ ഇക്വേഷൻ എന്താന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് എ, ഇത് ബി, അപ്പോൾ അവരുടെ റിസൾട്ടന്റ് 6. അങ്ങനെ 6ഉം എയും നമ്മളുടെ ആംഗിൾ ആൽഫ. അപ്പോൾ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി, നോ മേലെ മറ്റവന്റെ സൈൻ, അപ്പൊ ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ എന്നാണ് ഇക്വേഷൻ. ഓക്കെ, ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ആരാ തീറ്റ? അത് എയും ബിയും തമ്മിലുള്ള ടോട്ടൽ ആംഗിൾ ആണ് തീറ്റ. അപ്പൊ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു, ഇവിടെ ടാൻ ആൽഫ, ഇവിടെ ആൽഫ 90 ആണ്. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു മറ്റവന്റെ സൈന് അതാരാ? 2q സൈൻ തീറ്റ ബൈ എ പറഞ്ഞ ഇവിടെ പി ആണ്. ഇപ്പൊ പി പ്ലസ് 2q കോസ് തീറ്റ എന്ന് വരും. എന്താ ടാൻ ആൽഫ? അത് ടാൻ 90 ആണ്. ടാൻ 90 ഈക്വൽ ടു 2q സൈൻ തീറ്റ ബൈ പി പ്ലസ് 2q കോസ് തീറ്റ. എന്താ ടാൻ 90? സൈൻ 90 ബൈ കോസ് 90. സൈൻ 0 ആണല്ലോ, അപ്പൊ സൈൻ 90 1 കോസ് 90 0 ആണ്. അപ്പൊ 1/0 ഇൻഫിനിറ്റി അത് കിട്ടുക അല്ലെ? ഇൻഫിനിറ്റി. ടാൻ 90 എന്ന് പറഞ്ഞാല് സൈൻ 90 1 ആണ്, കോസ് 0 1 ആണ്, കോസ് 90യോ 0 ആണ്, 1/0. അപ്പൊ ഇൻഫിനിറ്റി കിട്ടണമെങ്കിൽ 2q സൈൻ തീറ്റ ബൈ പി പ്ലസ് 2q കോസ് തീറ്റ അല്ലെ? അത് ഇൻഫിനിറ്റി കിട്ടണം. ഓ, അത് ഇൻഫിനിറ്റി കിട്ടണമെങ്കിൽ താഴെയുള്ള ആള് 0 ആയിരിക്കണം. കാരണം സംതിങ് ബൈ ഇൻഫിനിറ്റി 0 ആണ് ഇൻഫിനിറ്റി. സംതിങ് ബൈ 0 ആണ് ഇൻഫിനിറ്റി. അപ്പൊ ഈ ടേം 0 ആയിരിക്കണം. ആരാണ് ആ ടേം? ആ ടേം ആണ് നമ്മുടെ പി പ്ലസ് 2q കോസ് തീറ്റ. അത് 0 ആയിരിക്കണം. നമ്മുടെ റിസൾട്ടന്റ് ആണല്ലേ ചോദിച്ചത്. എന്താ റിസൾട്ടന്റ് ഇക്വേഷൻ? തുടക്കത്തില് പി ആയിരുന്നു, ക്യൂ ആയിരുന്നു, 2pq കോസ് തീറ്റ ആയിരുന്നു. ഇതാണ് റിസൾട്ടന്റ്. അതിലെ പി പ്ലസ് 2q കോസ് തീറ്റ 0 ആണെങ്കിൽ ഒരു പി കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിട്ട് മാറും? ഒരു പി കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേം പി സ്ക്വയർ ആവും. ഈ ടേം 2pq കോസ് തീറ്റ ആവും. 0 ആണ്, പിന്നെ ആരോണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 തന്നെ. അപ്പൊ കണ്ടോ, ഇയാളല്ലേ ഇവിടെ കിടക്കുന്ന ഇയാള്. അപ്പൊ റിസൾട്ടന്റ് ഇക്വേഷൻ ആരാ? ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. അതിലെ പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ ആരാ? 0. അപ്പൊ റൂട്ട് ക്യൂ സ്ക്വയർ. എന്താ റൂട്ട് ക്യൂ സ്ക്വയർ? ക്യൂ ഈസ് റൈറ്റ് ആൻസർ. അപ്പോ ഈ ഇക്വേഷൻ ഞാൻ പെട്ടെന്ന് ഒന്ന് കളിച്ചു കഴിയുമ്പേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല. പക്ഷെ ഞാൻ ഓർമ്മിച്ചെടുത്തു. എങ്ങനെ ഓർമ്മിച്ചെടുത്തത്? ടാൻ ആൽഫ, റിസൾട്ടന്റും എയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആൽഫ എങ്കിൽ ബിയുടെ സൈൻ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബിയുടെ കോസ്. അങ്ങനെയാണ് ഇൻഡിക്കേഷൻ. ഇനി ടാൻ ബീറ്റ ആണെങ്കിലോ? ടാൻ ബീറ്റ ആണെങ്കിൽ എയുടെ സൈൻ ഡിവൈഡഡ് ബൈ ബി പ്ലസ് എ കോസ് തീറ്റ എന്നാണ് വരിക. ബീറ്റ എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റും ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അത് കിട്ടാൻ വേണ്ടി മറ്റവന്റെ സൈൻ ഡിവൈഡഡ് ബൈ ഇയാള് പ്ലസ് മറ്റവന്റെ കോസ്. അങ്ങനെയാണ് ഇക്വേഷൻ. അപ്പൊ അതൊന്ന് ഞാൻ ഓർത്തെടുത്തു. അത് ഓർത്തെടുത്തിട്ട് ഞാൻ ടാൻ ആൽഫന്റെ ഇക്വേഷനിൽ കൊടുത്തു. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 2q ആയ സമയത്ത് ടാൻ ആൽഫയിലെ ആൽഫ 90 ആണ്. പിക്ക് പെർപെൻഡിക്കുലർ ആണ് പുതിയ റിസൾട്ടന്റ്.
പുതിയ റിസൾട്ടന്റ് പീക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ കേസിലെ ടാൻ ആൽഫ ടാൻ 90 ആണ്. ടാൻ 90 ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി വരണമെങ്കിൽ ഡിനോമിനേറ്റർ ടേം 0 വരണം. ഡിനോമിനേറ്റർ ടേം പി പ്ലസ് 2q cos θ ആണ്. അതിൽ 0 വരണം. പി പ്ലസ് 2q cos θ 0 വന്നാൽ പി സ്ക്വയർ പ്ലസ് 2pq cos θ 0 ആണ്. ഇവിടെ ഒരു സ്ക്വയർ കൊടുത്തു, അപ്പൊ ഇവിടെ ഒരു പി കൊടുത്തു, അത്രേ ഉള്ളൂ. പി സ്ക്വയർ പ്ലസ് 2pq cos θ 0 ആണെങ്കിൽ നമ്മുടെ റിസൾട്ടന്റ് ഇക്വേഷൻ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos θ പി സ്ക്വയർ പ്ലസ് 2pq cos θ 0 ആണ്. അപ്പൊ ബാക്കിയുള്ളത് ഒരു ക്യൂ സ്ക്വയർ ആണ്. അപ്പൊ ആൻസർ റൂട്ട് ക്യൂ സ്ക്വയർ ആണ്. ആൻസർ ക്യൂ ആണ്. ഈ സീരീസ് കുറച്ചെല്ലാം കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ എടുക്കുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും. ഫണ്ടമെന്റൽ പഠിക്കാത്ത ആളുകൾ ഇത് കണ്ട് ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിക്കരുത്. വിശദമായി മോഷൻ ഇൻ എ പ്ലെയിനിന്റെ ഒക്കെ ക്ലാസ്സുകൾ എടുത്ത് ഈ ഇക്വേഷൻസ് ഒക്കെ വന്ന രീതിയൊക്കെ മനസ്സിലാക്കി തന്ന് ഈ ക്വസ്റ്റ്യൻ 2 രൂപത്തിലൊക്കെ പതുക്കെ ചെയ്തു തരുമ്പോൾ ഇപ്പൊ പ്ലസ് 1 ഒക്കെ പഠിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. നമ്മളിപ്പോ റിപ്പീറ്റ് ചെയ്യുന്ന, അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്ന നീറ്റ് എക്സാമിന്റെ പടിവാതിൽ എത്തി നിൽക്കുന്ന ആൾക്കാരെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ഒരു സീരീസിലാണ് ഞാൻ ഇത്തരം ക്വസ്റ്റ്യനുകൾ പല രൂപത്തിൽ വിശദീകരിക്കുന്നത്. സോ തിങ്ക് ഡിഫറൻറ്റ്.